അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സംസാരത്തിലെ ഡിപ്ലോമസി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. സംസാരത്തെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പലയിടങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നല്ലത് സംസാരിക്കുക, എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നായി തീരും, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ മറ്റു പലയിടങ്ങളിലും സംസാരത്തിൻ്റെ മഹിമയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നല്ല സംസാരം വന്നു തുടങ്ങിയാൽ ഉണ്ടാകുന്ന മാറ്റത്തെയും നല്ല സംസാരിക്കുന്നവർക്കുള്ള പ്രതിഫലത്തെയും അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നീ നന്മയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. സഅദ് ബിൻ അബീ വക്കാസ് തങ്ങൾ തൻ്റെ ജീവിതത്തിൽ മുഴുവൻ വിജയിച്ചതിൻ്റെ പാഠങ്ങൾ എടുത്തു പറയുമ്പോൾ, സ്വർഗാവകാശിയാകാൻ കാരണം എടുത്തു പറയുമ്പോൾ, അതും നാവിൻ്റെ അഥവാ സംസാരത്തിൻ്റെ മഹിമയെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇബ്രാഹിം ഇബ്നു അദ്ഹമിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിച്ചു, എൻ്റെ ഈ നായയും അങ്ങയുടെ ഈ താടിയും വെച്ച് നോക്കുമ്പോൾ എൻ്റെ നായയുടെ വാലാണ് ഏറ്റവും മഹത്വം കൂടിയത് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ആ കാര്യം തന്നെ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനോട് സൂചിപ്പിച്ച സമയത്ത് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ അവരോട് പറഞ്ഞത്, എൻ്റെ താടി സ്വർഗത്തിലെത്തുകയാണെങ്കിൽ നിന്റെ നായയുടെ വാലിനേക്കാളും നല്ലതും, എൻ്റെ താടി നരകത്തിലാണെങ്കിൽ നിന്റെ നായയേക്കാൾ മോശമായതുമാണ് എന്ന് അവിടെ നിന്ന് പറയുകയുണ്ടായി. ആയിഷ ബീബി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന പ്രാകൃതമുള്ളവരായിരുന്നു. ഒന്നോ രണ്ടോ വാക്കുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങളെ പറഞ്ഞു വെക്കുമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തെറ്റിലേക്ക് എൻ്റെ വാക്കുമൂലം ഞാൻ എത്തിപ്പെടരുത് എന്ന ബോധ്യത്തിൽ നിന്നായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. നമ്മുടെ സംസാരം നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നുണ്ട്, പരദൂഷണത്തിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സംസാരത്തിലൂടെ നമ്മെ ഒരുപാട് തെറ്റിലേക്ക് കൊണ്ടെത്തിക്കപ്പെടുമ്പോൾ നല്ല സംസാരങ്ങൾ നമ്മെ നല്ല മാർഗത്തിലേക്കും കൊണ്ടെത്തിക്കുമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. നല്ല സംസാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അധ്യാപനങ്ങളാണ്, നല്ല മത വിജ്ഞാനങ്ങളാണ്, മതപ്രബോധനങ്ങളാണ്. നല്ല രീതിയിൽ സംസാരത്തെ കൊണ്ടെത്തിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശേഷിപ്പിച്ചത് വൃക്ഷത്തോടാണ്, മരങ്ങളോടാണ്. മരത്തിൻ്റെ തായ് ഭാഗം, അതിൻ്റെ അഗ്രഭാഗം ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതാണ്. അതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ആകാശത്തോട് ചേർന്ന് നിൽക്കുന്ന, ആകാശത്തിലേക്ക് വളർന്നു നിൽക്കുന്നതാണ്. അതിൻ്റെ കായ് ഭാഗം എന്നുള്ളത് സ്വാദിഷ്ടമായ സംഭവ വികാസങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ 4 രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്ക് നമ്മെ ഉപമിച്ചിട്ടുള്ളത്. വൃക്ഷത്തൈയുടെ അടിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സംസാരത്തിൻ്റെ ദൃഢതയെ സൂചിപ്പിക്കുന്നു. നമ്മൾ നല്ല സംസാരിച്ചു തീർത്താൽ വേരുറച്ചു നിൽക്കുന്നത് പോലെ നമ്മുടെ ജീവിതവും ഉറച്ചു നിൽക്കുമെന്ന് അതിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ്. ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഭാഗം എല്ലാ തെറ്റുകളിൽ നിന്നും അഥവാ എല്ലാ ചളികളിൽ നിന്നുമൊക്കെ മുക്തമായി നിൽക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലും സംസാരങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ, നല്ല രീതിയിലാവുമ്പോൾ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമാകുമെന്ന് അത് ബോധ്യപ്പെടുത്തുന്നു. മൂന്നാമത്തത് നല്ല കായ്ഫലങ്ങൾ നൽകപ്പെടുന്നതാണ്. നമ്മുടെ സംസാരങ്ങൾ നമുക്ക് നല്ല രീതിയിലുള്ള
സൗഹൃദങ്ങളെ ലഭിക്കും. നമ്മുടെ സംസാരം നല്ല രീതിയിലായാൽ നമുക്ക് ആഖിറത്തിലേക്കും ഈ ലോകത്തല്ലാതെ മറ്റു ലോകങ്ങളിലേക്കുള്ള ഒരു ചവിട്ടുപടിയും സ്വർഗത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയുമാകുമെന്നതിൽ സംശയമില്ല. നാലാമത്തെ ഭാഗമായി കണക്കാക്കപ്പെടുന്നത് നല്ല വാസനയും നല്ല മണവും നല്ല രീതിയിലുള്ള ചേർത്തുനിൽപ്പുകളുമാണ്. നല്ല വാസന നൽകപ്പെടുമ്പോൾ തന്നെ നമ്മുടെ വാക്കുകളിലൂടെ, നമ്മൾ വാക്കുകൾ പറയുന്നതിലൂടെ നമുക്ക് എല്ലായിടത്തേക്കും നമ്മെ വ്യാപിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് അതിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സഅദ് ബിൻ അബി വക്കാസ് തങ്ങളുടെയും ഒക്കെ ചരിത്രം ഇതിൻ്റെ പാഠവിഷയമാകുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു സംസാരം സൂക്ഷിച്ചതും സഅദ് ബിൻ അബി വക്കാസ് തങ്ങൾ തൻ്റെ സംസാരത്തിലൂടെ സ്വർഗ പ്രവേശനത്തിലേക്ക് എളുപ്പമാക്കിയതുമൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് കലിമത്തു ത്വയ്യിബയെ കുറിച്ചാണ്. കലിമത്തു ത്വയ്യിബ എന്ന് പറയുന്നത് നല്ല സംസാരമെന്ന് അറബിയിൽ വിശേഷിപ്പിച്ചതാണ്. ഖുർആനുകളിലും കലിമത്തു ത്വയ്യിബ എന്ന് ഒരുപാട് തവണ വിശേഷിപ്പിച്ചിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നല്ല സംസാരങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ പരദൂഷണത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിച്ചാൽ, നിങ്ങൾ കളവ് പറയാൻ പോകുമ്പോൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിച്ചാൽ, അത് നല്ലൊരു സംസാരമായാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് കിട്ടുന്നതിനേക്കാൾ പരലോകത്തുണ്ടാകുന്ന പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ 2 കാര്യങ്ങളെ സൂക്ഷിക്കുകയും, ഒന്ന് നാവിനെയും മറ്റൊന്ന് ജ്ഞാനേന്ദ്രിയങ്ങളെയുമാണ്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ സൂക്ഷിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് എളുപ്പമാകുമെന്നും അള്ളാഹു നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റു സന്ദർഭങ്ങളിൽ 3 വിഭാഗക്കാരെ അള്ളാഹു നമ്മോട് ഈ സംസാര വിഷയത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ സന്തോഷിക്കുന്നവനെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്. മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തിയില്ലെങ്കിലും അവരെ ഇകഴ്ത്താതിരിക്കുന്നതിനെ കുറിച്ച് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവർ നമുക്കെതിരെ കളവ് പറഞ്ഞാലും അവരെ പറ്റി കളവ് പറയാതിരിക്കുന്നതിനെ പറ്റിയും അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല സംസാരങ്ങൾ കൊണ്ട് നമ്മൾ ചുവടുവെക്കാൻ ശ്രമിക്കുക. നല്ല സംസാരത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി